തൃണമൂൽ കോൺഗ്രസ് ചേരുമ്പോൾ അദ്ദേഹത്തിന് മുമ്പിലുള്ള പ്രശ്നം, ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്, തൃണമൂൽ കോൺഗ്രസ് ഒരു ബംഗ്ലാ നാഷണലിസ്റ്റ് പാർട്ടിയാണ്. അത് ബംഗാൾ ദേശീയ വികാരം, ബംഗാൾ ദേശീയ വികാരമാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഐഡിയോളജി എന്ന് പറയുന്നത്. ഇപ്പോൾ ശിവസേന മറാഠ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന പോലെ, ഉപദേശീയത ഉയർത്തിപ്പിടിക്കുന്ന പോലെ ബംഗാൾ ദേശീയതയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അതിൻ്റെ ഐഡൻറ്റിറ്റി അതാണ്. അങ്ങനെ ഒരു പാർട്ടി കേരളത്തിൽ എത്രമാത്രം ക്ലച്ച് പിടിക്കാൻ കഴിയുന്നുള്ളൊരു ക്വസ്റ്റ്യനുണ്ട്. തൃണമൂൽ കോൺഗ്രസ് എന്താണ് വിചാരിക്കുന്നത്? തൃണമൂൽ കോൺഗ്രസ് ഈ അൻവറിനെ കൂട്ടി നിർത്തിയാൽ ഞങ്ങൾക്കിവിടെ പാർട്ടി വ്യാപിപ്പിക്കാൻ കഴിയുമെന്നാണ് അവരും ചിന്തിക്കുക. അവരും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. അൻവറിന് കൈ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അൻവറിന് പിന്നിൽ ആളുകളുണ്ട്. കുറഞ്ഞ പക്ഷേ ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ പറ്റും. നിലമ്പൂർ ഇനിയും നിന്ന് അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം, അദ്ദേഹത്തിൻ്റെ പുറകെ ആളുണ്ട് എന്ന് തോന്നുന്നതുകൊണ്ടാണ് തൃണമൂൽ കൈ കൊടുക്കുന്നത്. അപ്പോൾ തൃണമൂൽ ആഗ്രഹിക്കുന്നത് എന്താണ്? ബംഗാളിന് പുറത്തേക്ക് അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക. അവർ പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. തൊട്ടടുത്ത് ബീഹാറിൽ അവർ പാർട്ടി പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഗോവയിൽ അവർ ഇലക്ഷനിൽ നിന്നു. അങ്ങനെ പല സ്ഥലത്തും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊന്നും വിജയിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ ഒരു മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന അവർക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു MLA എങ്കിലും ഒരു MLA, തൃണമൂൽ കോൺഗ്രസ്സിൽ ഒരു MLA കേരളത്തിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് വലിയ, തെക്കൻ കേരളത്തിൽ അവരുടെ ഫുട് പ്രിൻറ്റ് സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഒരു വലിയ നേട്ടം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ കൈ കൊടുക്കുന്നത്. അൻവർ സാധ്യതയുണ്ട്, 2026 അസംബ്ലി ഇലക്ഷനിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് അൻവർ ജയിക്കും എന്നവർക്ക് തോന്നുന്നതുകൊണ്ടാണ് അവർ കൈ കൊടുക്കുന്നത്. അൻവർ എന്താ ചിന്തിക്കുന്നത്? അൻവർ അഭിസംബോധന ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യുവൻസി തീർച്ചയായിട്ടും മലയോര മേഖലയിലെ കർഷകരാണ്. അത് ഒരു റിയൽ ഇഷ്യൂ തന്നെയാണ്. ആ റിയൽ ഇഷ്യൂവിനെ ആരഡ്രസ്സ് ചെയ്യുന്നു അവർക്ക് ആ ഏരിയയിൽ വോട്ട് കിട്ടും. അത് ഒരുപാട് മണ്ഡലങ്ങളിൽ ചിതറിക്കിടക്കുന്ന ഒരു മേഖലയാണിത്, കുടിയേറ്റ കർഷകർ എന്ന് പറയുന്നത്. രാവിലെ സ്കൂളിലേക്ക് ഇറങ്ങുക, രാവിലെ റബ്ബർ ടാപ്പ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ കാട്ടാന ചവിട്ടിക്കൊല്ലുക എന്നൊരവസ്ഥ എന്ന് പറയുന്നത് നമുക്കിവിടെ നിന്നുകൊണ്ട് അത് ഇമാജിൻ ചെയ്യാൻ കഴിയില്ല. നഗരങ്ങളിൽ ജീവിക്കുന്ന മലയാളികൾക്ക് അത് ഇമാജിൻ ചെയ്യാൻ കഴിയില്ല. രാത്രി കിടന്നുറങ്ങുമ്പോൾ കാട്ടാന വീട് ചവിട്ടി പൊളിച്ച് ആളുകളെ ചവിട്ടിക്കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇമാജിൻ കഴിയില്ല. എത്ര ഭീകരമായ അവസ്ഥയാണെന്ന് ഇമാജിൻ ചെയ്യാൻ കഴിയില്ല. ആ ത്രെറ്റിൽ ജീവിക്കുന്ന, ആ ആശങ്കയിൽ ജീവിക്കുന്ന 10,000-കണക്കിന് മനുഷ്യർ മലയോര മേഖലകളുണ്ട്, പശ്ചിമഘട്ടത്തിലുണ്ട്. അവരുടെ ആശങ്കയെ പൊളിറ്റിക്കലി അഡ്രസ്സ് ചെയ്യാൻ ആർക്ക് കഴിയും? അതുകൊണ്ടാണ് UDF സമരജാതിയായിട്ട് ഇറങ്ങിയത് സതീശൻ, അതിന് പിന്തുണ കൊടുത്തിരുന്നു അൻവർ. അപ്പോൾ അൻവർ ലക്ഷ്യം വയ്ക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി അവിടെയുണ്ട്. പക്ഷേ ആ കോൺസ്റ്റിറ്റ്യുവൻസിയെ അൻവർ എന്ന നിലയ്ക്ക് അൻവർ ഒറ്റയ്ക്ക് അഡ്രസ്സ് ചെയ്താൽ അവർ അണിചേരണമെന്നില്ല ഈ ആളുകൾ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ രൂപതാസ്ഥാനങ്ങളിലേക്കും അവർ പോകുന്നത്. ഇപ്പോൾ റംജിയോ സിഞ്ചനാനിയുമായി അല്പം മുമ്പ് കൂടിക്കാഴ്ച നടത്തി. യഥാർത്ഥത്തിൽ അവരെ യഥാർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്യുന്നത് സഭയാണ്. സഭയ്ക്ക് കീഴിലുള്ള പലതരം കിഫ പോലുള്ള സംഘടനകളുണ്ട്, അങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട്. അപ്പോൾ ഇവരുടെ പിന്തുണ ആർജിക്കുക എന്നുള്ളത് അൻവറിന് ഒറ്റയ്ക്ക് സാധിക്കില്ല. അൻവർ എന്നൊരൊറ്റയാളെ കൊണ്ട്, ഒരു മലപ്പുറംകാരനെ കൊണ്ട് സാധിക്കില്ല. അൻവറിന് എന്ത് വേണം? അൻവറിന് കൂട്ടാളികൾ വേണം. ആ കൂട്ടാളികളെ കണ്ടെത്താൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞ പക്ഷം മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലെ പലവര പ്രദേശങ്ങളിലും കുറച്ച് പഞ്ചായത്തുകളിലെങ്കിലും അൻവറിന് സീറ്റുണ്ടാകാൻ കഴിയും. ആ കൂട്ടാളികളെ കണ്ടെത്താനുള്ള ശ്രമം അദ്ദേഹം തുടങ്ങുന്നുണ്ട്. അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, ഭരണം വരെ അറിയുന്നുണ്ട് പലയിടത്തും. അപ്പോൾ അത് നമ്മൾ വിചാരിക്കുന്ന ഒരു വലിയ പാർട്ടിയായിട്ട്, ഇപ്പോൾ മുസ്ലിം ലീഗ് പോലെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയോ അല്ലെങ്കിൽ കോൺഗ്രസ് പോലെയൊക്കെ വലിയ പാർട്ടിയായിട്ട് വരും എന്നല്ല ഞാൻ പറയുന്നത്. ഒരു സീറ്റെങ്കിലും ഒരു സീറ്റ്, 5 പഞ്ചായത്തെങ്കിലും 5 പഞ്ചായത്ത്, എന്നാൽ തന്നെ അടുത്ത 2 വർഷത്തേക്ക് അൻവറിനും തൃണമൂലിനും നേട്ടമാണ്.